വണ്ടി ഓടിക്കുന്ന ആൾക്കാർക്ക് അറിയാം, സ്റ്റിയറിംഗിൽ ഇരുന്ന് സ്റ്റിയറിംഗ് പിടിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം പുറകിലത്തെ ടയറിൽ കാറ്റ് കുറവാണല്ലോ എന്ന് വരെ നമുക്ക് മനസ്സിലാവും. ബിക്കോസ് വി ട്യൂൺ ഇൻ ടു ദ കാർ ദാറ്റ് വി ഡ്രൈവ്. ബട്ട് ഹൗ മെനി ഓഫ് us ട്യൂൺ ഇൻ ടു ദ ബോഡി ദാറ്റ് വി ലിവ്? ആൻഡ് ഇറ്റ്സ് നോട്ട് ഡിഫിക്കൾട്ട്. ഇപ്പൊ ചില ആൾക്കാർക്ക് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മുടെ ക്ലയൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ടൈപ്പ് 1 ഡയബറ്റിക് ആയ ആൾക്കാർ അവർക്ക് അറിയാം എന്റെ ഷുഗർ ലെവൽസ് കുറയുന്നുണ്ടല്ലോ, കൂടുന്നുണ്ടല്ലോ എന്നുള്ളത് അവർക്ക് അറിയാം. ബിക്കോസ് ദേ ഹാവ് ട്യൂൺഡ് ഇൻ ടു ഇറ്റ്. അതിനൊരു ആവശ്യം അവർക്ക് വന്നു, അതുകൊണ്ട് അവർ ട്യൂൺ ഇൻ ചെയ്തു. ഇങ്ങനെ ഒരു ട്യൂൺ ഇൻ ചെയ്യാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നമ്മുടെ ക്ലയൻസിന്റെ അടുത്ത് സംസാരിക്കുന്നത് 1 മാസം, മാക്സിമം 1 month is what it requires. അപ്പോൾ എല്ലാം ഭക്ഷണം അളന്ന് മുറിച്ച് കഴിക്കണം എന്നല്ല പറയണത്. ഇപ്പൊ 100 gram ചോറ് എല്ലാ ദിവസവും അളന്ന് മുറിച്ച് കഴിച്ചാൽ there is no fun in life. പക്ഷേ ഒരു പ്രാവശ്യം അളന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ പ്ലേറ്റിൽ വിളമ്പുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അത് 100 ആണോ 150 ആണോ 200 ആണോ എന്നുള്ളത്, റൈറ്റ്? അതോടൊപ്പം എത്ര കാലറി, അവിടെ എത്ര പ്രോട്ടീൻ വന്നു, ഇന്ന് പ്രോട്ടീൻ ഞാൻ കഴിച്ചോ, ഇതൊക്കെ ബാക്ക് ഓഫ് ദ ഹാൻഡ് വരും നമുക്ക്. നമ്മൾ ഇപ്പൊ കാർ ഓടിക്കുന്ന സമയത്ത് എങ്ങനെ ലെഫ്റ്റ് തിരിച്ചു, അവിടെ വെച്ച് ഞാൻ ആക്സിലേറ്റർ ചവിട്ടി, ഇവിടെ വെച്ച് ഞാൻ ക്ലച്ച് മാറ്റി എന്നൊന്നും നമുക്ക് ഓർമ്മ വരുന്നില്ലല്ലോ. വി ഡു ഇറ്റ് വിച്ച് ഇസ് വെരി ന്യൂറൽ ഇൻ അവർ തിങ് അല്ലേ. അതേപോലെ തന്നെ ഇതും വരും.